നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഗോഹരണപർവം പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിരാട രാജ്യത്ത് ത്രികർത്ത രാജാക്കന്മാരുമായിട്ട് എത്തിയ കൗരവർ അവിടുത്തെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാണ്ഡവരെ അവരുടെ അജ്ഞാതവാസം കഴിഞ്ഞു. അപ്പോൾ അവരെ കൗരവരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ ഗോകർണപർവ്വത്തിൽ പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അർജുനൻ ഒറ്റയ്ക്ക് കൗരവപ്പടയിലെ എല്ലാ വീരന്മാരെയും തോൽപ്പിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. അർജുനൻ്റെ വീര്യം വ്യാസഭഗവാൻ പൂർണ്ണമായിട്ടും കാണിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും യുദ്ധത്തിൻ്റെ വിവരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. വരിവരിയായിട്ട് നിരന്നു നിന്ന ആ കുരുസൈന്യത്തെ കണ്ടിട്ട് അർജുനൻ ഉത്തരനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: "ഉടോ ഉത്തര, സ്വർണം കൊണ്ട് ഒരു വേദി കുടിയിൽ കാണുന്നുണ്ടല്ലോ, അതിനെ വലം വെച്ചു പോകുക. അവിടെ ശരദ്വാൻ്റെ മകനായിട്ടുള്ള കൃപൻ നിൽക്കുന്നുണ്ട്." അർജുനൻ പറഞ്ഞത് കേട്ട് വേഗത്തിൽ വിരാടൻ്റെ മകൻ പൊന്നണിഞ്ഞ വെള്ളിക്കൊക്കുകളുള്ള വെള്ളക്കുതിരകളെ അടിച്ച് ക്രമത്തിലാക്കി കൂട്ടിച്ചേർത്തു. ഏറ്റവും നല്ല വേഗത്തിൽ ചന്ദ്രൻ പോലെ ശോഭിക്കുന്നതും മിടുക്കുകളുള്ളതുമായിട്ടുള്ള ആ കുതിരകളെ തെളിച്ച് കുരുസൈന്യത്തിൻ്റെ അടുത്തെത്തി കുതിരയെ ഓടിക്കാൻ സമർത്ഥനായിട്ടുള്ള ഉത്തരൻ വീണ്ടും ആ വായുവേഗമായിട്ടുള്ള കുതിരകളെ തിരിച്ചു. പിന്നെ വലം ചുറ്റിച്ചും ഇടം ചുറ്റിച്ചും യാത്രയുടെ രീതികൾ അറിയുന്ന ഉത്തരൻ കൗരവന്മാരെ മയക്കി. പിന്നെ കൃപൻ്റെ നേരെ ചെന്ന പേടിയില്ലാതെ വിരാടപുത്രൻ വലം വെച്ച് ചുറ്റി മുമ്പിൽ കൊണ്ടുവന്ന് കുതിരകളെ നിർത്തി. മുഴക്കമേറിയ ദേവദത്തം എന്ന ശംഖ് അപ്പോൾ അർജുനൻ തൻ്റെ പേര് വിളിച്ചു പറയുന്ന മട്ടിൽ ശക്തിയായി ഊതി. പോരിൽ വിജയായിട്ടുള്ള അർജുനൻ ഊതിയ ശംഖിൻ്റെ ശബ്ദം പർവ്വതം പിളരും വിധം ഏറ്റവും ഗംഭീരമായി മുഴങ്ങി. കൗരവന്മാർ ആ ശംഖിനെ സൈന്യത്തോടൊത്ത് ആദരിച്ചു. ഇത്ര ഭയങ്കരമായിട്ടുള്ള ശക്തിയോട് കൂടി ഊതിയിട്ടും ആ ശംഖ് പൊളിയാത്തത് കൊണ്ടാണത്രേ അവരെ ആദരിക്കാൻ കാരണം. ആകാശത്തിൽ വിങ്ങിപ്പറന്ന ശബ്ദം പിന്നെ തിരിച്ചു വന്ന് വീണ്ടും ഭൂമിയിൽ മുഴങ്ങി. ഇന്ദ്രൻ മലിയുടെ മേൽ വജ്രം വീഴ്ത്തുന്ന വിധം ആ പ്രതിധ്വനി വന്നലച്ചു. ഇതിനിടെ പരാക്രമിയായിട്ടുള്ള കൃപൻ അർജുനൻ്റെ നേരെ ആ ശംഖനാദം സഹിക്കാതെ ദേഷ്യപ്പെട്ട് പോരിനിറങ്ങിക്കൊണ്ട് വന്നു. ഉടനെ ശക്തിമാനായിട്ടുള്ള കൃപൻ തൻ്റെ ശംഖെടുത്ത് ഏറ്റവും ശക്തിയായിട്ട് തന്നെ ഊതി. ഗർജനം കൊണ്ട് ആ വലിയ വീരൻ 3 ലോകവും വിറപ്പിച്ചു. ആ വലിയ വില്ല് കയ്യിലെടുത്ത് ശബ്ദമുണ്ടാക്കി. സൂര്യപ്രകാശമുള്ള രഥങ്ങൾ ബലമായി യുദ്ധത്തിനൊരുങ്ങി. ശരത്കാലത്തെ മേഘങ്ങൾ പോലെ അവ വിളങ്ങി നിന്നു. പിന്നെ കൃപൻ ശത്രുനാശകനായിട്ടുള്ള അർജുനനെ 10 ശരങ്ങൾ കൊണ്ട് മർമ്മം പിളരും വിധം എയ്തു. ഉടനെ അർജുനൻ തൻ്റെ ഗാന്ധീവത്തിൽ നിന്നും മർമ്മം തുളയ്ക്കുന്ന രീതിയിലുള്ള അമ്പുകൾ വലിച്ചെയ്തു. കൃപൻ്റെ ചോര കുടിക്കുവാൻ അർജുനൻ വിട്ട അമ്പുകൾ വന്നെത്തുന്നതിന് മുമ്പായിട്ട് കൃപർ മുറിച്ചു വീഴ്ത്തി. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നവനായിട്ടുള്ള അർജുനൻ ദേഷ്യപ്പെട്ട് അമ്പെയ്ത് 10 ദിക്കുകളെയും മൂടി. ആ അമ്പുകൾ ആകാശം മുഴുവൻ ഒരു നിഴൽ പോലെയാക്കി തീർത്തു. അളവറ്റ ശക്തിയുള്ള അർജുനൻ കൃപനെ അമ്പുകൾ കൊണ്ട് മൂടി. അവൻ അമ്പേറ്റ് ദേഷ്യപ്പെട്ട് തീ പോലെയുള്ള ശരങ്ങളെ അർജുനനിൽ 10,000 എണ്ണം വർഷിച്ചു. കൃപൻ അർജുനനെ ദ്രോഹിച്ച യുദ്ധത്തിൽ ആർത്തു വിളിച്ചു. ഉടനെ വീരനായിട്ടുള്ള കൃപൻ പൊന്നുകെട്ടിയ 10 ശരങ്ങൾ കൊണ്ട് അർജുനനെ എഴുതു. ഗാന്ധീവത്തിൽ നിന്ന് 4 ശരങ്ങൾ കൊണ്ട് അർജുനൻ 4 കുതിരകളെയും മുറിവേൽപ്പിച്ചു. ജ്വലിക്കുന്ന പാമ്പിനെ പോലെയുള്ള അമ്പേറ്റ കുതിരകളെല്ലാം ഒന്നിച്ചു ചാടി. കൃപൻ വല്ലാതെ പേടിച്ച് ഇളകിപ്പോയി. നിലവിട്ട കൃപനെ കണ്ട ശത്രുനാശകനായിട്ടുള്ള അർജുനൻ അമ്പെയ്തുമില്ല. അപ്പോഴത്തെ ഗൗരവം അവൻ മനസ്സിലാക്കി. വീണ്ടും നിലയുറപ്പിച്ചിരുന്ന കൃപൻ അർജുനനിൽ കഴുകഞ്ചിറക്ക് വെച്ച 10 അമ്പ് പെട്ടെന്ന് എയ്തു. ഉടനെ അവൻ്റെ വില്ലിനെ മൂർച്ചയുള്ള കത്തിയമ്പ് കൊണ്ട് അർജുനൻ മുറിച്ചു കളഞ്ഞു. പിന്നെ കയ്യുറയും വേറെ ഒരു ശരം കൊണ്ട് മുറിച്ചു. മർമ്മം പിളർക്കുന്ന മൂർച്ചയുള്ള ശരം വിട്ട് കവചവും പൊട്ടിച്ചു കളഞ്ഞു. കൃപൻ്റെ ശരീരത്തിന് വേദന ബാധിച്ചു. കവചം പോയി അവൻ്റെ ശരീരം ഉറയൂരി പാമ്പിൻ്റെ ദേഹം പോലെ തിളങ്ങി. അർജുനൻ വില്ല് മുറിച്ചപ്പോൾ വേറെ വില്ലെടുത്ത കൃപൻ ഞാണുകെട്ടിയത് കാണികളെ അത്ഭുതപ്പെടുത്തി. ഞാണുകെട്ടിയ ആ വില്ലും അർജുനൻ മറ്റൊരു അമ്പ് കൊണ്ട് മുറിച്ചു. ഇങ്ങനെ പലവട്ടം കൃപാചാര്യൻ്റെ വില്ലുകൾ കൈവേഗം കാട്ടും വിധം അർജുനൻ മുറിച്ചു തള്ളി. വില്ലറ്റവനായിട്ടുള്ള കൃപൻ ശക്തിയെടുത്ത് ജ്വലിക്കുന്ന ഇടുത്തി പോലെയുള്ള ഒരു വേൽ അർജുനൻ്റെ നേരെ വിട്ടു. പൊന്നണിഞ്ഞ ആ വേൽ വന്നെത്തുന്ന സമയത്ത് അർജുനൻ ആകാശത്ത് വെച്ച് തന്നെ 10 അമ്പുകൾ വിട്ട കൊള്ളുമീൻ പോലെ ആ വേലിനെ ചിതറിച്ച് കളഞ്ഞു. ബുദ്ധിമാനായിട്ടുള്ള അർജുനൻ മുറിച്ചിട്ട ആ വേൽ 10 കഷ്ണമായി ചിതറി. കത്തിയമ്പുകൾ ഏറ്റപ്പോൾ കൃപൻ വില്ലുകുലച്ചു. ഉടനെ അർജുനനെ 10 അമ്പെയ്ത് മുറിവേൽപ്പിച്ചു. ഉടനെ തേജസ്വിയായിട്ടുള്ള അർജുനൻ തീ പോലെയുള്ള 10 അമ്പെയ്ത് ഭേദിച്ചു. കൂർത്ത അമ്പുകളെ 13 എണ്ണം ദേഷ്യത്തോടെ ഇത് അവൻ്റെ നുകം ഒരമ്പാലും 4 കുതിരകളെ 4 അമ്പാലും 4ാമത്തെ അമ്പാൽ തേരാളിയുടെ ആ കഴുത്തിനെയും അറുത്തുവിട്ടു. 2 അമ്പുകൊണ്ട് അച്ചുതണ്ടും 12ാമത്തെ കത്തിയമ്പ് കൊണ്ട് കൊടിമരത്തെയും മുറിച്ചു തള്ളി. പിന്നെ 13ാമത്തെ വജ്രം പോലെയുള്ള അമ്പ് ചിരിച്ചുകൊണ്ട് അർജുനൻ കൃപൻ്റെ നെഞ്ചിൽ എഴുതു.
വില്ലും തേരും കുതിരയും തേരാളികളും പോയ കൃപൻ ഉടനെ ഗദയും കയ്യിലെടുത്ത് ചാടി. വേഗത്തോടെ ആ ഗദയെടുത്ത് വീശിയടിച്ചു. കൃപൻ ശക്തിയായിട്ട് എറിഞ്ഞ ആ കനമുള്ള ഗദ അർജുനനെ അയക്കുന്ന അമ്പുകളേറ്റ് തിരിച്ചു തന്നെ കൃപന്റെ ദേഹത്തു നിന്ന് അടിച്ചു. ദേഷ്യം കൂടിയ കൃപനെ രക്ഷിക്കുവാനായി യോദ്ധാക്കൾ അർജുനനിൽ ചുറ്റും യുദ്ധത്തിൽ അമ്പുകളുടെ മഴ ചൊരിഞ്ഞു. ഉടനെ ഉത്തരൻ കുതിരകളെ ഇടത്തോട്ട് തിരിച്ചു. വട്ടം ചുറ്റി യോദ്ധാക്കളെ തടുത്തു. അപ്പോൾ കൗരവവീരന്മാർ തേര് നഷ്ടപ്പെട്ട് കൃപനെ പിടിച്ച് അർജുനന്റെ മുമ്പിൽ നിന്ന് മാറ്റി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കൃപൻ പിന്മാറിയപ്പോൾ ദ്രോണൻ വില്ലും അമ്പുമെടുത്ത് ചുവന്ന കുതിരകളെ കെട്ടിയ തേരിലിരുന്ന് അർജുനന്റെ നേരെ പാഞ്ഞെടുത്തു. സ്വർണ്ണരഥമുള്ള ഗുരു വരുന്നത് കണ്ട് ഉടനെ അർജുനൻ ഉത്തരനോട് പറഞ്ഞു, "എടോ സാരഥേ, നീ ദ്രോണന്റെ സൈന്യത്തിൽ എന്നെ എത്തിക്കുക. സ്വർണം കൊണ്ടുള്ള തറ കൊടിയിൽ കാണുന്നത് നോക്കൂ. കൊടിക്കൂറകളോട് കൂടിയിട്ടുള്ള ദണ്ഡ ഉയർന്നു നിൽക്കുന്നു. ശബ്ദമുണ്ടാക്കുന്ന മനോഹരമായിട്ടുള്ള ചുവന്ന കുതിരകളെ നീ കാണുന്നില്ലേ? മിനുസമുള്ള പവിഴം പോലെ മുഖം ചുവന്ന കുതിരകൾ. നല്ലപോലെ ശീലിച്ച കുതിരകളെ തേർത്തട്ടയിൽ പൂട്ടിയിരിക്കുന്നു. ആ നീണ്ട കൈയുള്ളവനും മഹാശക്തനും ബലശാലിയും ലോകത്തിൽ വലിയ വീരനുമാണ് ആ പ്രതാപശാലിയായിട്ടുള്ള ദ്രോണാചാര്യർ. ബുദ്ധിയിൽ ശുക്രനെ പോലെയും നീതിവിൽ ഗുരുവിനെ പോലെയും 4 വേദങ്ങളും ബ്രഹ്മചര്യം സ്വീകരിച്ചവനും സംഹാരശേഷിയുള്ള ദിവ്യമായിട്ടുള്ള അമ്പുകളൊക്കെയും കാണാതെ പഠിച്ചവനും ക്ഷമ, സത്യം, അടക്കം, കരുണ, നേര് ഇവയും മറ്റ് പല ഗുണങ്ങളും ചേർന്നവനാണ് ആ ബ്രാഹ്മണൻ. ആ മഹാത്മാവിനോട് പൊരുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഗുരുവിൻ്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചാലും." ഇതുപോലെ അർജുനൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഉത്തരൻ ദ്രോണന്റെ തേരിന് നേരെ സ്വർണത്തിൽ അലങ്കരിച്ച കുതിരകളെ ഓടിച്ചു. വേഗത്തിലെത്തുന്ന ആ രഥത്തിലിരിക്കുന്ന അർജുനൻ മതയാനെ എന്ന വിധം എതിർത്തു. പിന്നെ 100 കണക്കിന് പേരുകളുടെ ശബ്ദത്തോടെ രഥത്തോട് ചേർന്ന് ശംഖ് വിളിച്ചു. അപ്പോൾ സൈന്യം കടൽ പോലെ ഇളകി. ചുവന്ന കുതിരകൾ ശക്തമായിട്ടുള്ള ഹംസത്തിന്റെ നിറമുള്ള കുതിരകളുമായി കലർന്ന പോരിൽ കണ്ടപ്പോൾ കാണികൾ അത്ഭുതപ്പെട്ടുപോയി. പടത്തലക്കൽ വീരന്മാരായിട്ടുള്ള അവർ തേരുകളിൽ ഏറ്റുമുട്ടൽ തുടർന്നപ്പോൾ തോറ്റു പിന്മാറാത്തവരും പരിചയസമ്പന്നരും ബുദ്ധിശാലികളുമായിട്ടുള്ള ആ ഗുരുശിഷ്യന്മാർ ദ്രോണരും അർജുനനും യുദ്ധം തുടർന്നപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടുകൊണ്ട് കൗരവപ്പട വിറകൊണ്ടു. വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലുള്ള അർജുനൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ദ്രോണന്റെ തേരിനടുത്തേക്ക് തൻ്റെ തേരിനെ അണയിച്ച് ഇപ്രകാരം മധുരവും സമാധാനപരവുമായിട്ടുള്ള വാക്കുകളാൽ വന്ദനം ചെയ്തു. "ഗുരു, വന്ദനം. ഞങ്ങൾ വനവാസം കഴിഞ്ഞ് പക വീട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. യുദ്ധത്തിൽ ജയിക്കാനാവാത്തവനെ, അങ്ങേക്ക് എന്നിൽ അതൃപ്തി ഉണ്ടാകരുത്. അങ്ങിങ്ങോട്ട് എഴുതിയതിനു ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ട് എഴുകയുള്ളൂ. ഇതാണ് എൻ്റെ ആഗ്രഹം. പുണ്യാത്മാവേ, അങ്ങ് എൻ്റെ ഈ ആഗ്രഹം നടത്തി തന്നാലും." അർജുൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദ്രോണർ 20-ൽ പരം അമ്പുകൾ അർജുനന് നേരെ പ്രയോഗിച്ചു. അവ എത്തുന്നതിന് മുമ്പ് തന്നെ കൈവകത്തോടു കൂടിയിട്ട് അർജുനൻ മുറിച്ചു. ഉടനെ 1000 ശരങ്ങൾ കൊണ്ട് അർജുനൻ്റെ തേര് നിറച്ച് വേഗത്തിൽ 1000 ശരങ്ങൾ കഴുകഞ്ചിറക് വെച്ചത് ദേഷ്യത്തോടു കൂടിയിട്ട് വരെ വെള്ളക്കുതിരകൾക്ക് നേരെ ദ്രോണർ എയ്തു. ഇങ്ങനെ യുദ്ധത്തിൽ മൂർച്ചയുള്ള അമ്പുകളെ ഒപ്പം ചൊരിഞ്ഞ് ദ്രോണരും അർജുനനും തമ്മിൽ പോരാട്ടം തുടർന്നു. രണ്ടുപേരും പേരെടുത്തവരും കാറ്റിൻ്റെ വേഗമുള്ളവരും ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ അറിയുന്നവരും തേജസ്വികളുമാണ്. അവർ അമ്പുകളുടെ കൂട്ടം കൊണ്ട് രാജാക്കന്മാരെ മയക്കി. അവിടെ കൂടി നിൽക്കുന്ന ഭടന്മാരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അവരമ്പയുന്നത് കണ്ടിട്ട് ഭടന്മാരെല്ലാം കൊള്ളാം എന്ന് പുകഴ്ത്തി. അർജുനല്ലാതെ ആരുണ്ട് ദ്രോണരെ യുദ്ധത്തിൽ പൊരുതാനായിട്ട്? ഈ ക്ഷത്രിയധർമ്മം കഠിനമാണ്. ഗുരുനാഥനോട് തന്നെ ശിഷ്യൻ പൊരുതേണ്ടി വന്നിരിക്കുന്നു. ഇപ്രകാരം യുദ്ധം കണ്ടു നിൽക്കുന്നവർ പറഞ്ഞു. വീരന്മാരായിട്ടുള്ള ഗുരുശിഷ്യന്മാർ ദേഷ്യപ്പെട്ട് തമ്മിൽ എതിർത്തു. തോൽപ്പിക്കാനാവാത്ത അവർ പരസ്പരം അമ്പെയ്ത് മൂടി. പൊന്നു കെട്ടിച്ച വലിയ വില്ല് സഹിക്കാനാവാത്ത വിധം കുലുക്കി ദ്രോണർ ദേഷ്യത്തോടു കൂടിയിട്ട് അർജുനനിൽ അമ്പെയ്തു. അർജുൻ്റെ രഥം നോക്കി അമ്പുകളുടെ കൂട്ടം സൂര്യൻ്റെ രശ്മികൾ എന്ന പോലെ അർജുൻ്റെ രഥത്തെ മൂടി. അർജുൻ ചെയ്യുന്ന അതിവേഗത്തോടു കൂടിയിട്ടുള്ള മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ട് മേഘം മലയെ എന്ന പോലെ ദ്രോണനെ മുറിപ്പെടുത്തി. അപ്രകാരം തന്നെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ദ്രോണപുത്രനുമായിട്ടുള്ള അർജുനൻ ദിവ്യമായിട്ടുള്ള ഗാന്ധീവമെടുത്ത് പൊന്നു കെട്ടിച്ച വിവിധ അമ്പുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. ദ്രോണരുടെ അമ്പയത്തിനെ അർജുനൻ തടഞ്ഞു. അർജുനൻ ഇത് ചെയ്തത് കണ്ടപ്പോൾ എല്ലാവരിലും അത്ഭുതം പരന്നു. തേരിൽ സഞ്ചരിക്കുന്ന ആ അർജുനൻ എല്ലാ ദിക്കിലും ചുറ്റും അമ്പുകൾ വർഷിക്കുന്നതായി കാണപ്പെട്ടു. നേരെ നിഴൽ വിരിച്ചതുപോലെ ആകാശത്തിൽ അമ്പുകൾ തൂകുകയാൽ മഞ്ഞുകൊണ്ട് മൂടിയതുപോലെ ദ്രോണനെ കാണാതായി. അമ്പുകൾ കൊണ്ട് മൂടുകയാൽ അദ്ദേഹത്തിൻ്റെ രൂപം മങ്ങി. ചുറ്റും പ്രകാശ് കാണുന്ന പർവ്വതം പോലെയായി. അമ്പുകൾ കൊണ്ട് മൂടുകയാൽ അദ്ദേഹത്തിൻ്റെ രൂപം മങ്ങി ചുറ്റും പ്രകാശിച്ച് കാണുന്ന പർവ്വതം പോലെയായി. അർജുനൻ്റെ അമ്പുകളാൽ തൻ്റെ രഥം മൂടിക്കാണുകയാൽ ഇടിപോലെ മുഴങ്ങുന്ന തൻ്റെ വില്ല് കുലച്ച് ചുറ്റിക്കറങ്ങുന്ന തീക്കള്ളി പോലെ ഭയങ്കരമായിട്ടുള്ള വില്ലിനെ ശബ്ദിപ്പിച്ചു. ആ അമ്പുകളെയൊക്കെ യുദ്ധത്തിൽ മിടുക്കനായിട്ടുള്ള ദ്രോണർ മുറിച്ചു മാറ്റി. മുളങ്കൂട്ടം കത്തുമ്പോൾ ഉണ്ടാകുന്നതുപോലെ വലിയ ശബ്ദമുണ്ടായി. ചിത്രപ്പണികളുള്ള വില്ലിൽ നിന്ന് ഉയരുന്നതും പൊന്നു കെട്ടിച്ചതുമായിട്ടുള്ള അമ്പുകളാൽ ആ വീരൻ 10 ദിക്കിനെയും മൂടി സൂര്യപ്രകാശത്തെയും മറച്ചു. ഉടനെ പൊന്നു കെട്ടിച്ച അമ്പുകളുടെ കൂട്ടം ആകാശത്തിൽ നിന്ന് വീഴുന്നതായി കണ്ടു. ദ്രോണറുടെ വില്ലിൽ നിന്നും അറ്റമില്ലാതെ പുറപ്പെടുന്ന അമ്പുകൾ ആകാശത്തിൽ നീളത്തിൽ തൊട്ടു നിൽക്കുകയാൽ കാണികൾക്ക് അതൊരു വലിയ ഒറ്റ അമ്പായി തോന്നി. ഇങ്ങനെ പൊന്നണീച്ച വലിയ അമ്പുകൾ തൂകുന്ന ആ മഹാവീരന്മാർ മിന്നൽ പിണറുകൾ കൊണ്ട് നിറയുന്നത് പോലെ
ആകാശത്തെ പ്രകാശിപ്പിച്ചു. അവരുടെ അമ്പുകൾ വാനിൽ പറക്കുന്ന ഹംസക്കൂട്ടം പോലെ ശോഭിച്ചു. മഹാന്മാരായിട്ടുള്ള ദ്രോണനും അർജുനനും തമ്മിൽ ദേഷ്യപ്പെട്ട് ചെയ്യുന്ന യുദ്ധം വൃത്രാസുരനും ഇന്ദ്രനും തമ്മിലെന്ന പോലെ ഭയങ്കരമായി കാണപ്പെട്ടു. കാട്ടിലെ ആനികൾ കൊമ്പുകൊണ്ട് പരസ്പരം കുത്തുന്നതുപോലെ അവർ നന്നായി വില്ലുവലിച്ച് അന്യോന്യം പ്രഹരിച്ചു. ദേഷ്യപ്പെട്ട് യുദ്ധം ചെയ്യുന്ന അവർ ഓരോ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ആചാര്യം വിട്ട മൂർച്ചയുള്ള അമ്പുകളെ അർജുനൻ തൻ്റെ അമ്പുകൾ കൊണ്ട് ഏത് മുറിച്ച് ആകാശമാകെ മൂടി. കൊല്ലാൻ ആവേശത്തോടെ എത്തുന്ന പുരുഷശ്രേഷ്ഠനായിട്ടുള്ള അർജുനനെ ആചാര്യനായിട്ടുള്ള ദ്രോണർ കൂർത്ത അമ്പുകൾ കൊണ്ട് നേരിട്ടു. ആ ഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിൽ ദ്രോണരും അർജുനനും പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ ചൊരിഞ്ഞു. കരുത്തരായിട്ടുള്ള പുരുഷസിംഹങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് നടന്ന യുദ്ധം ദേവാസുര യുദ്ധം പോലെ ഭയങ്കരമായിരുന്നു. ഐന്ദ്രം, വായവ്യം, ആഗ്നേയം എന്നീ അസ്ത്രങ്ങൾ ദ്രോണർ വിടുന്ന നിമിഷം തന്നെ അർജുനൻ തൻ്റെ അസ്ത്രം കൊണ്ട് അവയെ നിർവീര്യമാക്കി. പ്രകാരം മൂർച്ചയേറിയ അമ്പുകൾ ചൊരിഞ്ഞ വില്ലാളി വീരന്മാർ ആകാശത്തെ അമ്പുകളുടെ മഴ കൊണ്ട് ഒരു നിഴൽ പോലെയാക്കി മാറ്റി. അതിൽ അർജുനൻ്റെ അമ്പ് ശരീരങ്ങളിൽ തറയ്ക്കുന്ന ശബ്ദം മലയിൽ ഇടിമിന്നൽ ഏൽക്കുന്നതുപോലെ കേൾക്കാമായിരുന്നു. ആന, തേർ, കുതിരക്കൂട്ടം എന്നിവ ചോരയിൽ കുളിച്ചു നിൽക്കുന്നത് മുരിക്കിൻ പൂക്കൾ പോലെ കാണപ്പെട്ടു. തോൾവള അണിഞ്ഞ കൈകളും ചിത്രപ്പണികളുള്ള രഥങ്ങളും പൊന്നണിഞ്ഞ കവചങ്ങളും കൊടികളും അറ്റുവീണു. അർജുനൻ്റെ അമ്പുകളേറ്റ് മരിച്ചു വീഴുന്ന യോദ്ധാക്കൾ ദ്രോണരും അർജുനും തമ്മിലുള്ള വലിയ യുദ്ധത്തിൽ ചുതറിക്കിടന്നു. ആ വീരന്മാർ ഭാരമുള്ള വില്ലുകൾ വലിച്ച് അമ്പുകളെയ്ത് പരസ്പരം പോരാടി. അവർ തമ്മിലുള്ള യുദ്ധം വളരെ ഭയങ്കരമായിരുന്നു. പിന്നെ നന്നായി വില്ല് വലിച്ച കൂർത്ത അമ്പുകളാൽ അവർ എയ്തു. ജീവൻ പണപ്പെടുത്തിയുള്ള യുദ്ധത്തിൽ അവരുടെ ശരീരം മുറിഞ്ഞു. അപ്പോൾ ആകാശത്തുനിന്ന് ദ്രോണരെ പുകഴ്ത്തുന്ന ശബ്ദമുയർന്നു. ആ ശബ്ദം പറഞ്ഞു, അർജുനോട് ഏറ്റുമുട്ടുന്ന ഈ പോരാട്ടത്തിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ദ്രോണർ ചെയ്യുന്നത്. വലിയ വീര്യമുള്ളവനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും തോൽപ്പിക്കാനാവാത്തവനും ദേവാസുരന്മാർക്ക് പോലും കീഴടക്കാൻ കഴിയാത്തവനുമായിട്ടുള്ള അർജുനെ അദ്ദേഹം അമ്പെയ്ത് വിറപ്പിക്കുന്നു. പരിശീലനത്തിലെ മികവ്, വേഗത, ദൂരെ കമ്പെയ്യാനുള്ള കഴിവ് എന്നിവ അർജുനിൽ കണ്ടപ്പോൾ ദ്രോണർക്ക് അത്ഭുതമുണ്ടായി. ഗാന്ധീവം ഉയർത്തി ദേഷ്യപ്പെട്ട അർജുനൻ 2 കൈകൊണ്ട് ശക്തിയോടെ അമ്പുകൾ വിട്ടു. ഈയാമ്പാറ്റുകളെ പോലെ എത്തുന്ന അർജുനൻ്റെ അമ്പുകൾ കണ്ട് എല്ലാവരും വിസ്മയിച്ച് കൊള്ളാം കൊള്ളാം എന്ന് പുകഴ്ത്തി. അർജുനൻ ചൊരിയുന്ന അമ്പുകൾക്കിടയിലൂടെ കാറ്റിന് പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി. അത്ര വേഗത്തിലാണ് അദ്ദേഹം അമ്പുകൾ എയ്തുവിട്ടത്. അർജുനൻ അമ്പുകൾ എടുക്കുന്നതും തൊടുക്കുന്നതും തമ്മിലുള്ള ഇടവേള പോലും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് അമ്പുകൾ ദ്രോണരുടെ തേരിന് നേരെ ഒരേ സമയം വന്നുപതിച്ചു. ഗാന്ധീവത്തിൽ നിന്നുള്ള അമ്പുകൾ കണ്ട് ദ്രോണർ മൂടപ്പെടുമ്പോൾ സൈന്യങ്ങൾ സങ്കടത്തോടെ നിലവിളിച്ചു. അർജുനൻ്റെ അമ്പുകളുടെ വേഗത കണ്ട് ഇന്ദ്രൻ അദ്ദേഹത്തെ ബഹുമാനിച്ചു. അവിടെ കൂടിയ ഗന്ധർവന്മാരും അപ്സരസുകളും ആഹ്ലാദിച്ചു. ഇങ്ങനെ പോരാട്ടം നടക്കുമ്പോൾ തേരാളികൾ മികച്ചവനും ദ്രോണപുത്രനുമായിട്ടുള്ള അശ്വത്ഥാമാവ് പല രഥങ്ങളുമായി വന്ന് അർജുനനെ വളഞ്ഞു. അശ്വത്ഥാമാവ് അർജുനൻ്റെ കഴിവിനെ മനസ്സുകൊണ്ട് പുകഴ്ത്തുകയും എന്നാൽ പ്രവൃത്തി കൊണ്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. മഴ പെയ്യുന്ന മേഘം പോലെ അശ്വത്ഥാമാവ് അമ്പുകൾ വർഷിച്ചു. അശ്വത്ഥാമാവ് നിൽക്കുന്നിടത്തേക്ക് അർജുനൻ തിരിച്ചയച്ച അമ്പുകളെ തടഞ്ഞ് ദ്രോണർ കൊഴിയാൻ അദ്ദേഹം വഴിയുണ്ടാക്കി കൊടുത്തു. ഉടനെ ദ്രോണർ കുതിച്ചു വായുന്ന കുതിരകളെ കണ്ട പഴുതിലൂടെ ഓടിച്ചു. വീരനായിട്ടുള്ള ദ്രോണർ ശരീരം മുഴുവൻ അമ്പുകളേറ്റ് മുറിഞ്ഞ് കവചം തകർന്ന് യുദ്ധകളത്തിൽ നിന്നും പിന്മാറി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നെ അശ്വത്ഥാമാവ് അർജുനനോട് പോരിൽ ഏറ്റുമുട്ടി. കൊടുങ്കാറ്റ് പോലെ ശക്തമായിട്ടുള്ള അർജുനുമായി അശ്വത്ഥാമാവ് മത്സരിച്ചു. മേഘം പോലെ ഭയങ്കരമായിട്ടുള്ള അമ്പുകൾ വർഷിച്ച അദ്ദേഹം അടുത്തു വന്നപ്പോൾ ദേവാസുര യുദ്ധം പോലെ ഭയാനകമായിട്ടുള്ള പോരാട്ടമാണ് നടന്നത്. അവർ തമ്മിൽ അമ്പുകൾ വാരി വിതറി. അപ്പോൾ സൂര്യനെ കാണാതായി. കാറ്റ് നിലച്ചു. ആകാശം അമ്പുകൾ കൊണ്ട് നിറഞ്ഞ നിഴൽ പോലെയായി. വീരയോദ്ധാക്കൾ പൊരുത്തുന്ന സമയത്ത് വലിയ ശബ്ദങ്ങൾ പുറപ്പെട്ടു. മുളങ്കാട്ടിൽ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള ശബ്ദം മുഴങ്ങി. അർജുനൻ്റെ കുതിരകൾ തളർന്നുപോയി. ബോധം നഷ്ടപ്പെട്ട കുതിരകൾ ദിക്കുകൾ അറിയാതെയായി. ഉടനെ അശ്വത്ഥാമാവ് ചുറ്റിത്തിരിയുന്ന അർജുനൻ്റെ വില്ലിൻ്റെ ഞാൻ തക്കം നോക്കി അറുത്തുവിട്ടു. അത്ഭുതകരമായിട്ടുള്ള ആ പ്രവൃത്തിയെ ദേവന്മാർ പുകഴ്ത്തി. ദ്രോണർ, ഭീഷ്മർ, കൃപർ, കർണൻ എന്നീ മഹാരഥന്മാരെല്ലാവരും അശ്വത്ഥാമാവിൻ്റെ അസാമാന്യമായിട്ടുള്ള കഴിവിൽ കയ്യടിച്ച് പ്രശംസിച്ചു. പിന്നെയും അശ്വത്ഥാമാവ് വില്ല് വലിച്ച് വീരനായിട്ടുള്ള അർജുനനെ അമ്പുകളാൽ എയ്തു. അപ്പോൾ വീരനായിട്ടുള്ള അർജുനൻ ഉച്ചത്തിൽ ചിരിച്ചു. പുതിയ ഞാൻ അദ്ദേഹം ഗാന്ധീവത്തിൽ ഉറപ്പിച്ചു. പിന്നെ അർജുനൻ മതയാനിയോട് ഏറ്റുമുട്ടുന്ന മതയാനിയെ പോലെ അടുത്തു വന്നു. യുദ്ധക്കളത്തിൽ ആ വീരന്മാർ തമ്മിൽ കഠിനമായിട്ടുള്ള പോരാട്ടം തുടർന്നു. രോമാഞ്ചമുണ്ടാക്കുന്നതായിരുന്നു ഇരുവരുടെ ഏറ്റുമുട്ടൽ. ആ വീരന്മാരെ കൗരവന്മാരെല്ലാം അത്ഭുതത്തോടെ നോക്കി. അവർ ആനകളെപ്പോലെ തമ്മിൽ ഏറ്റുമുട്ടി പൊരുതുകയാണ്. പരസ്പരം ചെയ്ത വിനാശകരമായിട്ടുള്ള വിഷവീര്യമുള്ള പാമ്പുകളെപ്പോലെയുള്ള അമ്പുകൾ കൊണ്ട് അവർ പോരാടി. അർജുനൻ്റെ അമ്പ് ആവനാഴിയിൽ ഒരിക്കലും തീരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഉറച്ചു നിന്ന് വീരനായിട്ടുള്ള അർജുനു മുന്നിൽ അശ്വത്ഥാമാവിൻ്റെ അമ്പുകൾ തീർന്നുപോയി. അതിൽ അർജുനൻ വിജയം നേടി. അപ്പോൾ കർണൻ തൻ്റെ വലിയ വില്ലെടുത്ത് ശക്തിയോട് കൂടിയിട്ട് വലിച്ച് വില്ലിൻ്റെ ഞാണൊലി കേട്ടപ്പോൾ ഹാ ഹാ എന്നുള്ള ആർപ്പുവിളി ഉയർന്നു. ഉടനെ അർജുനൻ ആ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് നോക്കി. അവിടെ കർണനെ കണ്ടപ്പോൾ അർജുനൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. കർണനെ വധിക്കാനായി കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് അർജുനൻ ഒന്ന് നോക്കി. അദ്ദേഹം ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും വേഗത്തിൽ ദ്രോണപുത്രനെ വിട്ട് അർജുനൻ കരുത്തോടെ കർണൻ നിൽക്കുന്നിടത്തേക്ക് പാഞ്ഞു വന്നു. അവൻ്റെ അടുത്തെത്തി ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്ന അർജുനൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, എടോ കർണ,
യുദ്ധത്തിൽ എനിക്ക് എതിരാളികളില്ല എന്ന് നീ സഭയിൽ സ്വയം പുകഴ്ത്തി പറഞ്ഞിരുന്നില്ലേ? ഇതാ ഇന്നൊന്ന് കാണണം. എടോ കർണ, നീ ഇന്ന് എന്നോടൊന്ന് പൊരുത്തി നോക്കൂ. അപ്പോൾ കാണാം നിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. മറ്റുള്ളവരെ കളിയാക്കുന്നത് അതിന് ശേഷം മതി. നീ ധർമ്മം പറഞ്ഞ് ക്രൂരമായ വാക്കുകൾ പറഞ്ഞില്ലേ? നിന്റെ ഈ അഹങ്കാരം തീർച്ചയായും വലിയൊരു തെറ്റാണ്. എടോ കർണ, എന്നോട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് നീ പറഞ്ഞതുപോലെ ഇന്ന് ഈ യുദ്ധക്കളത്തിൽ ചെയ്തു കാണിക്കുക. ദ്രൗപദിയെ സഭയിൽ വെച്ച് ആ ദുഷ്ടന്മാർ ആക്രമിച്ചപ്പോൾ സന്തോഷത്തോടെ നീ കണ്ടു നിന്നില്ലേ? അതിൻ്റെ ഫലം ഇപ്പോൾ നിനക്ക് അനുഭവിക്കാം. ധർമ്മത്തിനോട് കടപ്പെട്ടവനായതുകൊണ്ടാണ് അന്ന് ഞാൻ അതൊക്കെ സഹിച്ചത്. ആ ദേഷ്യത്തിൻ്റെ ഫലം ഞാൻ ഇന്ന് നിന്നെ അനുഭവിപ്പിക്കും. നിന്നെ ഞാൻ തകർക്കുന്നത് നീ നേരിട്ട് തന്നെ കണ്ടുകൊള്ളുക. ഞങ്ങൾ കാട്ടിൽ 12 വർഷം കഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം എടോ ദുഷ്ടബുദ്ധി ഇന്ന് നീ അനുഭവിക്കും. എടോ കർണ, വരൂ, യുദ്ധത്തിൽ നീ എന്നോട് എതിരിടൂ. സൈന്യത്തോടൊപ്പം കൗരവരൊക്കെ അത് കണ്ടു നിൽക്കട്ടെ. എടോ അർജുന, വാക്കുകൾ കൊണ്ട് വലിയ വർത്തമാനം പറയാതെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യൂ. നിന്റെ വാക്കിനാണ് പ്രവൃത്തിയേക്കാൾ കൂടുതൽ പേരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ മുമ്പെല്ലാം സഹിച്ചു എന്ന് പറഞ്ഞല്ലോ. നിന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ലേ നിനക്ക് സഹിക്കേണ്ടി വന്നത്. ധർമ്മത്തിൻ്റെ കെട്ടിൽപ്പെട്ടിട്ടാണ് അതൊക്കെ സഹിച്ചത് എന്ന് നീ പറഞ്ഞല്ലോ. ആ കെട്ടിന്ന് മാറിയോ? അത് മാറിയിട്ടില്ല. മാറിയെന്നായിരിക്കും നിന്റെ വിചാരം. നീ പറഞ്ഞതുപോലെ വനവാസം അവസാനിച്ചിട്ടില്ല. അത് ധർമ്മപുത്രർക്ക് അറിയില്ലേ? അതിനു മുമ്പ് നീ എന്നോട് എതിർക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് ഇന്ദ്രൻ തന്നെ വന്ന് പൊരുതിയാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നെ എതിർക്കാൻ കഴിയുമെന്ന് നീ വെറുതെ മോഹിക്കേണ്ട. എന്നോട് ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ ബലം നിനക്ക് മനസ്സിലാവും. അർജുനൻ പറഞ്ഞു, നിന്റെ ബലം ഇപ്പോഴല്ലേ ഞാൻ കണ്ടത്. എന്നോട് എതിർത്ത് നിൽക്കാൻ വയ്യാതെ ജീവനം കൊണ്ട് ഓടിയവനല്ലേ നീ. ഇങ്ങനെ ഓടുന്നത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സ്വന്തം സഹോദരനെ കൊന്നിട്ടും അത് കണ്ടു നിൽക്കാതെ ഓടിപ്പോയ മറ്റൊരു പുരുഷനെയും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് നീ വീണ്ടും വന്ന് വീരവാദം മുഴക്കാൻ നിനക്ക് നാണമില്ലല്ലോ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. തോൽപ്പിക്കാൻ കഴിയാത്ത അർജുനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞ് കവചം പിളരുന്ന രീതിയിൽ അമ്പുകൾ ചെയ്തു. കർണൻ ആ അമ്പുകളെല്ലാം സന്തോഷത്തോടെ നേരിട്ടു. കാർമേഘം മഴ പെയ്യുന്നതുപോലെ ധാരാളം അമ്പുകൾ അയാൾ ചുരിഞ്ഞു. ഭയങ്കരമായിട്ടുള്ള അമ്പുകൾ ചുറ്റുമുയർന്നു. അർജുനൻ്റെ കുതിരകളിലും കൈകളിലും അമ്പുകൾ തറച്ചു. ഉടനെ അർജുനൻ വേഗത്തിൽ കർണൻ്റെ അമ്പുകൾ സൂക്ഷിക്കുന്ന ആവനാഴിയുടെ കെട്ടിനെ കൂർത്ത അമ്പുകൾ കൊണ്ട് പൊട്ടിച്ചു. കർണൻ ഉടനെ വേറൊരു അമ്പെടുത്ത് അർജുനൻ്റെ കൈക്ക് നേരെ ചെയ്തു. അപ്പോൾ വില്ലിലെ അർജുനൻ്റെ പിടിയായിരുന്നു. ഉടനെ തന്നെ അർജുനൻ കർണൻ്റെ വില്ല് മുറിച്ചു. ഉടനെ കർണൻ ഒരു വേൽ അർജുനൻ നേരെ എറിഞ്ഞു. അത് അർജുനൻ ആകാശത്ത് വെച്ച് തന്നെ അമ്പെയ്ത് തകർത്തു. അപ്പോഴേക്കും കർണനെ സഹായിക്കാൻ ഒരുപാട് പേർ എത്തി. അർജുനൻ തൻ്റെ അമ്പുകൾ കൊണ്ട് അവരെ എല്ലാവരെയും യമപുരിയിലേക്ക് അയച്ചു. അർജുനൻ തൻ്റെ മൂർച്ചയേറിയ അമ്പുകൾ കൊണ്ട് കർണൻ്റെ കുതിരകളെ ചെയ്തു. അമ്പേറ്റ നിമിഷം തന്നെ അവ വീണു. പിന്നെ തിളങ്ങുന്ന ശക്തമായിട്ടുള്ള മറ്റൊരു അമ്പ് കൊണ്ട് അർജുനൻ കർണൻ്റെ മാറത്തെയ്തു. ആ അമ്പ് അർജുനൻ്റെ കവചം കയറി ശരീരത്തിൽ തറച്ചു. വേദനയോട് കർണൻ ബോധം പറഞ്ഞ അവസ്ഥയിലായി. ഒന്നും അറിയാൻ വയ്യാത്ത വിധം വേദനയോടെ കർണൻ യുദ്ധക്കളം വിട്ട് വടക്കോട്ടോടി. അപ്പോൾ അർജുനനും വിരാടപുത്രനും ഉറക്കെ ചിരിച്ചു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കർണനെ ജയിച്ചതിന് ശേഷം അർജുനൻ ഉത്തരനോട് പറഞ്ഞു, എടോ ഉത്തര, ഇനി നീ ആ പൊന്മയമായിട്ടുള്ള പനയടയാളമുള്ള സൈന്യത്തിലേക്ക് എന്നെ എത്തിക്കുക. അവിടെ തേരിൽ എൻ്റെ പിതാമഹനായിട്ടുള്ള ഭീഷ്മൻ, ശാന്തനവൻ, ദേവതുല്യനായിട്ടുള്ള മഹാത്മാവ് എന്നോട് പൊരുതുവാൻ കാത്തു നിൽക്കുകയാണ്. അമ്പേറ്റ് തളർന്നവനായിട്ടുള്ള ഉത്തരൻ ആന, തേര്, കുതിരക്കൂട്ടം എന്നിവയോട് കൂടിയിട്ടുള്ള വലിയ സൈന്യത്തെ കണ്ട് പാർത്ഥനോട് പറഞ്ഞു, എടോ വീര, എനിക്ക് നിന്റെ കുതിരകളെ നടത്താൻ വയ്യാതായിരിക്കുന്നു. എൻ്റെ ശ്വാസം തളരുന്നു, മനസ്സ് മയങ്ങുന്നു. അങ്ങും കൗരവരായിട്ടുള്ള മഹാരഥന്മാരും കാണിക്കുന്ന ദിവ്യാസ്ത്രങ്ങളുടെ പ്രഭാവം മൂലം 10 ദിക്കുകൾ എനിക്കിപ്പോൾ വട്ടം കറങ്ങുന്നത് പോലെ തോന്നുന്നു. ചോരയുടെ ഗന്ധം ശ്വസിച്ച് എൻ്റെ തല ചുറ്റുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എൻ്റെ മനസ്സ് രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരു യുദ്ധത്തിലും വീരന്മാരുടെ ഇങ്ങനെയുള്ള ഏറ്റുമുട്ടൽ കണ്ടിട്ടില്ല. ഗദയുടെ ആഘാതം കൊണ്ടും ഉഗ്രമായിട്ടുള്ള ശംഖനാദം കൊണ്ടും ശൂരന്മാരുടെ സിംഹനാദം കൊണ്ടും ആനകളുടെ ചിഹ്നവിളി കൊണ്ടും ഇടിവെട്ടുപോലെയുള്ള ഗാണ്ഡീവിൻ്റെ ശബ്ദം കൊണ്ടും അല്ലയോ വീര, എൻ്റെ കേൾവിയും ഓർമ്മയും നശിച്ചു പോവുകയാണ്. തീക്കൊള്ളി വട്ടത്തിൽ കറക്കുന്നത് പോലെ ഗാണ്ഡീവം എപ്പോഴും വട്ടത്തിൽ ചലിപ്പിച്ച് അമ്പുകൾ വർഷിക്കുന്ന കാരണം അല്ലയോ വീര, എൻ്റെ കണ്ണുറയ്ക്കുന്നില്ല. എൻ്റെ ഹൃദയം തകർന്നു. യുദ്ധത്തിൽ കോപിച്ച ശിവനെപ്പോലെയുള്ള അങ്ങയുടെ ഉഗ്രരൂപവും അസ്ത്രം പ്രയോഗിക്കുന്ന കൈകളും കണ്ട് എനിക്ക് ഭയമാകുന്നു. അങ്ങ് അമ്പെടുത്ത് തൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല. എൻ്റെ ബോധം കെട്ടുപോയതുപോലെ എന്നെ കണ്ണുറയ്ക്കുന്നുമില്ല. എൻ്റെ പ്രാണൻ തളർന്നു പോകുന്നു. ഭൂമി വട്ടം ചുറ്റിക്കറങ്ങുന്നു. ചമ്മട്ടയും കടിഞ്ഞാനും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. അർജുനൻ പറഞ്ഞു, എടോ രാജപുത്ര, ഭവാൻ പേടിക്കരുത്, ധൈര്യം സംഭരിക്കൂ. നരശ്രേഷ്ഠനായിട്ടുള്ള അങ്ങും യുദ്ധത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തില്ലേ? മത്സ്യവംശത്തിൽ ജയിച്ച രാജപുത്രനല്ലേ ഭവാൻ. ഒട്ടും ഭയപ്പെടേണ്ട, ശുഭം സംഭവിക്കും. ശത്രുക്കളെ നശിപ്പിക്കുന്നവനും കുലത്തിൻ്റെ വിളക്കുമായിട്ടുള്ള ഭവാൻ ഇപ്രകാരം പറയരുത്. നിനക്ക് ധൈര്യത്തോടു കൂടിയിട്ട് എൻ്റെ രഥത്തിൽ പൊരുതാം. രാജപുത്ര, ശത്രുനാശകനായിട്ടുള്ള നീ ഞാൻ പൊരുതുമ്പോൾ കുതിരകളെ നടത്തുക. ഭീഷ്മൻ്റെ ഈ പടയുടെ മുമ്പിൽ നീ എന്നെ എത്തിക്കുക. ആ വലിയ വീരൻ്റെ വില്ലും ഞാണും ഞാൻ യുദ്ധത്തിൽ മുറിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ദിവ്യമായിട്ടുള്ള അസ്ത്രം അത്ഭുതകരമായിട്ടുള്ള എരിയുന്ന എന്നെ നീ കണ്ടുകൊള്ളുക. ആകാശത്ത് മേഘക്കൂട്ടത്തിൽ നിന്ന് മിന്നൽ വീശുന്നത് പോലെ അത് നിനക്ക് കാണാം. പൊന്നുകെട്ടുള്ള എൻ്റെ ഗാന്ധീവം ഞാൻ ഇടതും വലുതുമായിട്ടുള്ള കൈകളിൽ ഏതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരിക്കും ഇനിയും നടത്തുവാൻ പോകുന്ന യുദ്ധം.
ഏതുകൊണ്ടാണ് അടിക്കുന്നതെന്ന് ശത്രുക്കൾ തിരിച്ചറിയാതെ പരിഭ്രമിക്കും. ചോരയാകുന്ന വെള്ളവും തേരുകളാകുന്ന ചുഴികളും ആനകളാകുന്ന മുതലകളും ഒത്തുചേർന്ന് മരണത്തിൻ്റെ ലോകത്തേക്ക് ഒഴുകുന്ന കഠിനമായിട്ടുള്ള ഒരു നദി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കും. കൗരവരുടെ ശരീരഭാഗങ്ങളെല്ലാം മൂർച്ചയുള്ള അമ്പുകളാൽ ഞാൻ അറുത്തു തള്ളും. വില്ലെടുത്ത് ഇന്ന് ഒറ്റയ്ക്ക് കൗരവപ്പടയെ ജയിക്കുവാൻ എനിക്ക് കാട്ടിത്തീയുന്ന പോലെ പല വഴികളും ഉണ്ടാവും. ഞാൻ സൈന്യത്തെ ചക്രം പോലെ ഇട്ട് ചുറ്റിക്കുന്നത് നീ കണ്ടുകൊള്ളുക. ആയുധവിദ്യ നിനക്ക് ഞാൻ ഉടനെ കാട്ടിത്തരാം. നീ നല്ല സമയത്തും വിഷമസമയത്തും തേരിലിരുന്ന് പേടിക്കാതെ ധീരമായി നിന്നുകൊള്ളുക. ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതമായാലും ഞാൻ അമ്പെയ്ത് തകർത്ത് കളയും. ഇന്ദ്രൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ രാക്ഷസപ്പടയെ 100,000 1000 എണ്ണത്തെ ഒപ്പം യുദ്ധത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വില്ലിൻ്റെ ഞാണു വലിക്കുന്ന കൈവേഗം ഇന്ദ്രനോടും ബ്രഹ്മാവിനോടും തുല്യമാണ്. വിചിത്രവും വലുതുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ പ്രജാപതിയോട് തുല്യനാണ്. ഞാൻ കടലിൻ്റെ അക്കരെ ചെന്ന ഹിരണ്യപുരവാസികളായിട്ടുള്ള രാക്ഷസന്മാരെ മഹാന്മാരായിട്ടുള്ള വില്ലാളികളുമായിട്ടുള്ള 60,000 പേരെ ജയിച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റിൽ പഞ്ഞി പറപ്പിക്കുന്നത് പോലെ കൗരവരുടെ സൈന്യത്തെ വീഴ്ത്തുന്നത് ഞാൻ കാണിച്ചു തരാം. കൊടിയാകുന്ന വൻമരവും കാലാൽപ്പടയാകുന്ന പുല്ലിൻകൂട്ടവും മഹാന്മാരായിട്ടുള്ള വീരന്മാരാകുന്ന സിംഹങ്ങളും നിറഞ്ഞ കൗരവസേനയാകുന്ന മഹാകാടിനെ ഞാൻ അസ്ത്രമാകുന്ന തീഞ്ഞാൽ ചുട്ടു നശിപ്പിക്കും. തേർത്തട്ടിൽ നിന്ന് ഞാൻ അവരെ ശക്തമായ അമ്പുകളാൽ എല്ലാത്തിനെയും എതിർത്ത് നിൽക്കുന്നവരെയൊക്കെയും രാക്ഷസന്മാരെ ഇന്ദ്രൻ എന്ന പോലെ ഒറ്റയ്ക്ക് വീഴ്ത്തുന്നതാണ്. ദിവ്യമായിട്ടുള്ള പല അസ്ത്രങ്ങളും എൻ്റെ കൈവശമുണ്ട്. ഞാൻ രൗദ്രം ശിവനോടും വാരുണം വരുണനോടും ആഗ്നേയം അഗ്നിയോടും വായവ്യം വായുവിനോടും വാങ്ങി വെച്ചിട്ടുണ്ട്. വജ്രം തുടങ്ങിയ സകല ആയുധങ്ങളും ഇന്ദ്രനോടും വാങ്ങി വെച്ചിട്ടുണ്ട്. മനുഷ്യശ്രേഷ്ഠരായിട്ടുള്ള കൗരവരുടെ സൈന്യത്തെ ഞാൻ വേരോടെ പിഴുതു നീക്കും. ഉടോ വിരാടപുത്ര, നീ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം അർജുനൻ ആശ്വസിപ്പിച്ചപ്പോൾ ഉത്തരൻ ഭീഷ്മർ കാക്കുന്ന ഭയങ്കരമായിട്ടുള്ള രഥക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നു കയറി. ശത്രുക്കളെ ജയിക്കുവാൻ ആ മഹാബലവാൻ ചെന്ന് നിന്നപ്പോൾ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഭീഷ്മർ മടിയൊന്നും കൂടാതെ തന്നെ എതിർത്തു. അർജുനൻ ഭീഷ്മരുടെ കൊടിമരം ചുവടോടെ മുറിച്ചു. തലയ്ക്കൽ സ്വർണ്ണാലങ്കാരമുള്ള അമ്പ ചെയ്തതുകൊണ്ട് അത് താഴെ വീണു. വിചിത്രമായമുള്ള മാലകളും ആഭരണങ്ങളും അണിഞ്ഞവരും ധീരന്മാരും ആയുധാഭ്യാസമുള്ളവരും ശക്തരുമായിട്ടുള്ള 4 പേർ അർജുനനെ എതിർത്തു. ദുശാസനൻ, വികർണൻ, ദുസ്സഹൻ, വിമിംശതി എന്നീ മഹാന്മാരായിട്ടുള്ള യോദ്ധാക്കൾ അർജുനൻ്റെ ചുറ്റും വന്നു വളഞ്ഞു. വീരനായിട്ടുള്ള ദുര്യോധനൻ ഉത്തരൻ്റെ നേരെ അമ്പെയ്തു. രണ്ടാമതൊരമ്പ് അർജുനൻ്റെ നെഞ്ചിലേക്ക് വീതു. അർജുനൻ തിരിഞ്ഞ് അവൻ്റെ പൊന്നു കെട്ടിച്ച വില്ലിനെ കഴുകന്തൂവിൽ വെച്ച മൂർച്ചയുള്ള അമ്പുകൊണ്ട് മുറിച്ചു വിട്ടു. പിന്നെ 5 അമ്പുകൾ അവൻ്റെ നെഞ്ചിലേക്ക് വീതു. അർജുനൻ്റെ അമ്പുകളേറ്റ് വേദനയോടെ യുദ്ധം ഉപേക്ഷിച്ച് അവൻ പാഞ്ഞ് ഓടിപ്പോയി. വികർണനപ്പോൾ കഴുകന്തൂവിൽ വെച്ച മൂർച്ചയുള്ള അമ്പുകളാൽ ശത്രുക്കളെ ജയിക്കുന്ന അർജുനനെ എയ്തു. അർജുനപ്പോൾ അവനെയും കൂർത്ത അമ്പുകൊണ്ട് നെറ്റിയിലൊന്ന് അടിച്ചു. അതേറ്റ് അവൻ ഉടൻ തേർത്തട്ടിൽ തന്നെ തളർന്നു വീണു. ഉടനെ വിവംശതിയോടൊപ്പം ദുസ്സഹൻ ഓടിച്ചെന്ന് സഹോദരനെ രക്ഷിക്കാനായി മൂർച്ചയുള്ള അമ്പുകൾ എയ്തു. ആ രണ്ടുപേരെയും അർജുനൻ കഴുകന്തൂവിലുള്ള അമ്പുകൾ എയ്ത് അവരുടെ കുതിരകളെയും കൊന്നു. കുതിരകൾ ചെത്ത് ശരീരം മുറിഞ്ഞ ധൃതരാഷ്ട്രപുത്രനെ, കുതിരകൾ മുറിഞ്ഞ് ശരീരം മുറിഞ്ഞ വികർണനെ മറ്റുള്ളവർ പിടിച്ച് തേരിൽ കയറ്റിക്കൊണ്ടുപോയി. തോൽവി അറിയാത്ത അർജുനൻ എല്ലായിടവും പാഞ്ഞു കയറി. കിരീടം ധരിച്ചവനും വിജയിയുമായിട്ടുള്ള മഹാബലവാനായിട്ടുള്ള അർജുനനെത്താത്ത ഒരു സ്ഥലവും യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗോകർണ പർവ്വത്തിലെ പ്രധാനമായിട്ടും യുദ്ധങ്ങൾ തന്നെയാണ് വർണ്ണന. അപ്പോൾ യുദ്ധത്തിൻ്റെ വർണ്ണനയായിരുന്നു ഇപ്രാവശ്യത്തെ വീഡിയോ മുഴുവനും. അടുത്ത പ്രാവശ്യത്തെ ഇതിലും അത് തുടരും. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യാസഭഗവാൻ യുദ്ധത്തിൻ്റെ വർണ്ണന വളരെ വിശദമായിട്ട് നടത്തുന്നത്. അപ്പോൾ അത് അതേപടി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം.